പുനേർകുളം പരൂർ കോൾപ്പടവിൽ പാഴ്ചെടികൾ നശിപ്പിക്കാൻ നിരോധിത രാസലായനികൾ ഉപയോഗിക്കുന്നതായി പരാതി. പ്രദേശവാസികളാണ് കൃഷി ഓഫീസർക്ക് പരാതി നൽകിയത്. പടവിൽ ഉപയോഗിച്ചത് നിരോധിത മരുന്നല്ലെന്നും സ്ഥിരമായി കർഷകർ ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് പരൂർ പടവ് കർഷകർ. പരൂർ കോൾപ്പടവ് ഉപ്പുങ്ങൽ മുതൽ ചെമ്മണ്ണൂർ വരെയുള്ള ഭാഗങ്ങളിലെ ബണ്ടിലെ ചെടികൾ നശിപ്പിക്കാനാണ് രാസലായനി ഉപയോഗിക്കുന്നതായി പരാതിയിൽ പറയുന്നത്. രാസലായനി ഉപയോഗം പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പരാതിക്കാർ പറയുന്നു. ബണ്ടിലെ ചെടികളും പുല്ലും കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ്. ബണ്ടിൽ വെള്ളം കയറിയതിനു ശേഷം വലിയ തോതിൽ പാഴ്ചെടികൾ വളർന്നിരുന്നു. ഇത് വെട്ടി നശിപ്പിക്കാറാണ് പതിവ്. കൃഷിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോഴാണ് ബണ്ട് വൃത്തിയാക്കുക. അടുത്ത മാസം മുതൽ പമ്പിംഗ് ആരംഭിക്കും. പരാതി ലഭിച്ചതായും അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്നും കൃഷി വകുപ്പ് വ്യക്തമാക്കി. അതേസമയം പരൂർ പടമ്പിലെ വരമ്പത്തടിച്ചത് നിരോധിത മരുന്നല്ല, സ്ഥിരമായി പാടത്ത് കർഷകർ ഉപയോഗിക്കുന്ന മരുന്നാണെന്നും എല്ലാ വർഷവും ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും പടവ് ഭാരവാഹികൾ അറിയിച്ചു. നിലവിൽ ഉപയോഗിച്ച 240 ലായനി സർക്കാർ നിരോധിച്ചിട്ടില്ല. ഈ ലായനി ഇതുവരെയും വിപരീത ഫലം ഉണ്ടാക്കിയതായി വിവരം ലഭിച്ചിട്ടില്ലെന്നും ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുവാൻ കാരണം പാലക്കൽ റോഡ് പണിയുടെ അഴിമതിയും അപാകതയും ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണെന്നും പടവ് ഭാരവാഹികൾ പറഞ്ഞു. പരൂർ പടവിനെ സംബന്ധിച്ച് മുന്നേ ഉപ്പുങ്ങൽ ഭാഗത്ത് തന്നെ ഈ വിവാദം ഉണ്ടാക്കിയ ആൾക്കാർ, പരാതിപ്പെട്ട ആളുകൾ തന്നെ അവിടെ മരുന്നടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ. ഇപ്രാവശ്യം ഓപ്പണായിട്ടാണ്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് അടിച്ചതൊന്നുമല്ല, പരസ്യമായിട്ടാണ് മരുന്നടിച്ചത്. മരുന്നടിക്കാറ് സാധാരണയാണ്. പടവ് കമ്മിറ്റി, എല്ലാ പടവ് കമ്മിറ്റിയും അത് ചെയ്യാറുണ്ട്. വെള്ളത്തിൽ മാലിന്യം കടിഞ്ഞു കൂടിയിട്ടില്ലാണ്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. തേരായിട്ട് ഇന്ന് കണ്ടേക്ക് പറഞ്ഞത് വെള്ളം പരിശോധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ പടവ് കമ്മിറ്റി തന്നെ ഈ വെള്ളം എടുത്തിട്ട് പരിശോധിക്കാൻ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വെള്ളം പടവ് കമ്മിറ്റി പരിശോധിക്കുന്നതാണ്. ഇതിന് അധികൃതരോട് ഇതിലേക്ക് മാലിന്യം വരുന്ന സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തിട്ടടക്കം പഞ്ചായത്ത് അധികാരികൾ നടപടി എടുക്കുന്നില്ല. അത് ശ്രദ്ധിക്കാതെ വെറുതെ പടവ് കമ്മിറ്റിയെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. പടവ് കമ്മിറ്റി ഇതിൽ ഈ ക്യാൻസർ വരുന്നതിൽ ഒരു കാരണക്കാരല്ല. കഴിഞ്ഞ വർഷം TN പ്രതാപൻ MP-യും വാർഡ് മെമ്പറും വെള്ളത്തിന്റെ ശുദ്ധത പരിശോധിക്കാനായി നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഫലം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എത്രയും വേഗം അത് പുറത്തുവിടണമെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും കർഷകർ അഭ്യർത്ഥിച്ചു. CCTV ന്യൂസ്, പുന്നയൂർകുളം.